ഹായ്, ഓടത്തെ കിച്ചണിലേക്ക് സ്വാഗതം. വെറൈറ്റി ആയിട്ടുള്ള നല്ല സ്വാദുള്ള ഇഡ്ഡലിയാണിന്ന്. ഇഡ്ഡലിക്ക് വേണ്ടി ബൗളിലേക്ക് 2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. വറുത്ത റവയാണ് എടുക്കുന്നത്. 2 കപ്പിൻ്റെ അളവിൽ ബാക്കി വേണ്ടതൊക്കെ ചേർക്കാം. റവയിലേക്ക് 1 കപ്പ് ഇത്തിരി പുളിയുള്ള തൈര് ചേർക്കാം. പാകത്തിന് ഉപ്പ്. നല്ലോണം യോജിപ്പിക്കാം. റവ തൈരിലിങ്ങനെ കുതിർന്ന് വരണം. ആദ്യം നല്ലോണം ഇളക്കിയിട്ട് വെള്ളം കൂടി ചേർക്കാം. വെള്ളം അധികം ആവണ്ട. ദോശമാവ് പോലെ ലൂസ് ആവരുത്. റവ കുതിർന്ന് സോഫ്റ്റായിട്ട് വരണം. ഇങ്ങനെ കട്ടിയിൽ കലക്കിയിട്ടുണ്ട്. 15 മിനിറ്റ് ഇങ്ങനെ അടച്ചിരിക്കട്ടെ. ആ നേരം കൊണ്ട് ബാക്കി വേണ്ടതൊക്കെ എടുത്തു വയ്ക്കാം. ഒരു ക്യാരറ്റ് ചതുര കഷ്ണാക്കി, 12 ഉള്ളി ചെറിയ ഉള്ളി നുറുക്കിയത്, 1 തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് വഴറ്റാനുള്ളതാണ്. ചീനച്ചട്ടിയിലേക്ക് നെയ്യ് ഒഴിക്കാം. 1 ടീസ്പൂൺ കടുക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി കഷ്ണാക്കിയത്. ഫ്ലെയിം ഇത്തിരി കുറയ്ക്കാം. ഉള്ളി വഴറ്റാം. വെന്ത് ഇത്തിരി നിറം മാറി നല്ല സോഫ്റ്റായി വരും. ഇനി കറിവേപ്പില 2 തണ്ട് നുറുക്കിയതും കൂടെ ചേർക്കാം. കുഞ്ഞു കുഞ്ഞു ഇലകളാണെങ്കിൽ അങ്ങനെ തന്നെ ഇടാം. ക്യാരറ്റ് റോസ്റ്റ് ആവണ്ട. ഇനി സ്റ്റീം ചെയ്യുമ്പോൾ ബാക്കി വേവായിക്കോളും. തക്കാളി കൂടി ചേർക്കാം. ഇത്തിരി പുളിയും മധുരമൊക്കെ കിട്ടും തക്കാളി ചേർക്കുമ്പോൾ റവ ഇഡ്ഡലിക്ക്. എല്ലാം വഴന്നു. വഴറ്റിയതിലേക്ക് വേണ്ട ഉപ്പ് ചേർക്കാം. മാവിലേക്ക് നമ്മൾ ആദ്യമേ ചേർത്ത് കഴിഞ്ഞു. 1/4 ടീസ്പൂൺ കായപ്പൊടി, നല്ലോണം നിറച്ച് 1.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർക്കാം. ഇതിന് ചൂടായി കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. വഴറ്റിയത് മാവിലേക്ക് ചേർത്തിട്ട് ഇളക്കാം. റവ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. വഴറ്റിയത് ചേർത്ത് ഇളക്കിയിട്ട് മാവിൻ്റെ കട്ടി നോക്കിയിട്ട് വേണമെങ്കിൽ വെള്ളം ഒഴിക്കാം. ഇഡ്ഡലി മാവിൻ്റെ പാകമാക്കണം. ഈ മാവിന് നെയ്മണുണ്ട്, പച്ചക്കറി വഴറ്റിയ ഫ്ലേവർ ഉണ്ട്, കായം ചേർത്തിട്ടുണ്ട്. വെള്ളം പാകാക്കിയിട്ട് സ്റ്റീം ചെയ്യാൻ വയ്ക്കാം. ഇഡ്ഡലി തട്ടിൽ നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട്. മാവ് കോരി ഒഴിക്കാം. വേണമെങ്കിൽ മാവിൽ 2 നുള്ളി സോഡാപ്പൊടി ചേർക്കാം. ഓപ്ഷണലാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ സോഡാപ്പൊടി ചേർക്കണമെന്നില്ല. വെള്ളം തിളച്ച് കഴിഞ്ഞു. ഇഡ്ഡലി തട്ട് ഇറക്കി വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ് വേവിക്കാം. ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഈ ഇഡ്ഡലിക്ക് സാമ്പാറിൻ്റെ ടേസ്റ്റ് ഉണ്ട്. വെജിറ്റബിൾസും ഉള്ളിയും കായപ്പൊടിയും ഒക്കെ ഉണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. ഇഡ്ഡലി ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കും ഈ റവ ഇഡ്ഡലി ഇഷ്ടമാവും. പച്ചക്കറിയും കൂടി ഉണ്ടല്ലോ, അതുകൊണ്ട് ന്യൂട്രീഷ്യസുമാണ്. ചട്നി കൂടി കൂട്ടി കഴിക്കുമ്പോൾ നല്ല സ്വാദാണ്. നാളികേരം, ഇഞ്ചിയും പച്ചമുളകും ഉപ്പും കൂട്ടി അരച്ചിട്ട് കടുകും കറിവേപ്പിലയും ചുവന്നമുളകും വറുത്തിട്ടു. സാമ്പാറും ചട്നിയും കൂടി ഇതിൽ കഴിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടും ഇങ്ങനെ കഴിക്കുമ്പോൾ. വേറെ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ട. ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായ ഓടത്തെ കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യാം. താങ്ക് യു.